ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളുള്ള 2 യുദ്ധക്കപ്പലുകൾ ഇന്ന് കമ്മീഷൻ ചെയ്യും. ആത്മനിർഭർ ഭാരതിന് കീഴിൽ തദ്ദേശീയമായി നിർമ്മിച്ച INS ഉദയഗിരി, INS ഹിമഗിരി എന്നിവയാണ് വിശാഖപട്ടണത്ത് നടക്കുന്ന ചടങ്ങിൽ സേനയുടെ ഭാഗമാകുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നാവികസേനയുടെ ശ്രമങ്ങൾക്ക് ഇരട്ടി ഊർജം പകർന്നുകൊണ്ടാണ് പുതിയ യുദ്ധക്കപ്പലുകൾ സജ്ജമായിരിക്കുന്നത്. കരുത്തുറ്റതും സ്വയം പര്യാപ്തവുമായ ഒരു സമുദ്ര പ്രതിരോധ സംവിധാനം ഒരുക്കാനുള്ള ഭാരതത്തിന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന ആധിപത്യത്തിനെതിരെ ശക്തമായ പ്രതിരോധ സംവിധാനമായി പ്രവർത്തിക്കാൻ നാവികസേനയെ പുതിയ യുദ്ധക്കപ്പലുകൾ സഹായിക്കും. മലാക്ക കടലിടുക്ക് മുതൽ ആഫ്രിക്ക വരെയുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ നാവിക സാന്നിധ്യം ശക്തമാക്കാനും ഇതിലൂടെ സാധിക്കും. 30 വർഷത്തിലേറെ സേവനം നൽകി ഡീകമ്മീഷൻ ചെയ്ത INS ഉദയഗിരി, INS ഹിമഗിരി എന്നീ കപ്പലുകളുടെ സ്മരണാർത്ഥമാണ് പുതിയ കപ്പലുകൾക്ക് ഈ പേരുകൾ നൽകിയിരിക്കുന്നത്. ഏറ്റവും ആധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ യുദ്ധക്കപ്പലുകൾക്ക് ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് സഞ്ചരിക്കാൻ കഴിവുണ്ട്. ഡിസൈൻ, ആയുധങ്ങൾ, സെൻസർ സംവിധാനങ്ങൾ എന്നിവയിൽ മുൻ തലമുറ കപ്പലുകളേക്കാൾ ഏറെ മുൻപന്തിയിലാണ്. അത്യാധുനിക ആയുധങ്ങളും നൂതന പ്രൊപ്പൽഷൻ സംവിധാനങ്ങളും ഇതിലുണ്ട്. മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ പ്രോജക്ട് 17 ആൽഫയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന കപ്പലുകളിൽ 75% ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുംബൈയിലെ മസഗോൺ കപ്പൽശാലയിലാണ് ഉദയഗിരി നിർമ്മിച്ചിരിക്കുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത 100ാമത്തെ കപ്പൽ കൂടിയാണിത്. കൊൽക്കത്തയിലെ കപ്പൽശാലയിലാണ് INS ഹിമഗിരി ഒരുങ്ങിയത്. കൊൽക്കത്ത ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് P-17Aയുടെ ഭാഗമായി നിർമ്മിച്ച ആദ്യ കപ്പലാണ് INS ഹിമഗിരി. ഇതാദ്യമായാണ് 2 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്നത്. ഇതോടൊപ്പം രാജ്യത്തെ തൊഴിലവസരങ്ങൾക്ക് കൂടി ഇവയുടെ നിർമ്മാണം മുതൽക്കൂട്ടായിട്ടുണ്ട്. 4000-ഓളം പേർക്ക് നേരിട്ടും 10,000-ഓളം പേർക്ക് പരോക്ഷമായും ഇതിലൂടെ തൊഴിൽ ലഭിച്ചുവെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്ക്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.